ഈ എം റിസർച്ച് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ തീസിസും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഇതിൻ്റെ പ്രപ്പോസൽസ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റുള്ള PG അല്ലെങ്കിൽ UG കോഴ്സസ് പോലെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, എല്ലാവരും ഇതിൻ്റെ ഫീസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനേക്കാളും കുറവാണ് എന്നുള്ളതും മറ്റൊരു കാരണമാണ്. സ്പോർട്സ് വിസയിനേക്കാളും എല്ലാവരും ഓപ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ്. പക്ഷേ ഇതൊരു റിസർച്ച് ആയതുകൊണ്ട് തന്നെ ഈ 1 ഇയർ ഡ്യൂറേഷൻ നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിനുള്ള നിങ്ങളുടെ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നാലാമത്തെ പോയിന്റ്, നിങ്ങൾ റിസർച്ച് പ്രോഗ്രാംസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ മെൻറ്റർ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം, IELTS റിക്വയർമെന്റ് എം റിസർച്ച് കോഴ്സിന് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മെൻറ്റർ ടു മെൻറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, എല്ലാവർക്കും എം റിസർച്ച് ഓപ്പൺ ആണോ എന്നുള്ളത്. മറ്റുള്ള PG UG കോഴ്സുകളെ പോലെ എം റിസർച്ച് എന്ന് പറഞ്ഞ കോഴ്സിൽ നമുക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻടേക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്.